അത് നിനക്ക് കയ്യിൽ പിടിച്ച് ആ ജപമാല നിനക്ക് കയ്യിൽ പിടിക്കണം. എന്നിട്ട് സാവധാനത്തിന് നിങ്ങൾ ഈ ജപമാല കണ്ണിൽ പയ്യെ പയ്യെ ഉരുട്ടി മനസ്സിൽ നന്മ തന്നെ പറയുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ പറയുന്ന വചനങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കുവാൻ, ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ മാത്രം ഗ്രഹിക്കുവാൻ, അതിന്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കുവാൻ നിങ്ങൾക്കിടയാകുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഇന്ന് പ്രത്യേകിച്ച് പാപത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചില അതിഷ്ടപ്പെടാത്ത പൈശാചിക ശക്തികളൊക്കെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ മണിക്കൂറുകൾ നമുക്ക് ചിലവഴിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ശ്രമിക്കാം. നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തിരുനാൾ അനുബന്ധിച്ച്, ധ്യാനത്തോടനുബന്ധിച്ച് നമ്മൾ കുമ്പസാരം നാളെയാണ് വെച്ചിട്ടുള്ളത്. നാളെ അതിന്റെ ടൈം ടേബിളിനെ കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചുകൊള്ളാം. കുമ്പസാരം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ വലിയ പുതുമയൊന്നും തോന്നാൻ സാധ്യതയില്ലാന്ന് എനിക്കറിയാം. കാരണം ഓരോ ആഴ്ചയും ഓരോ മാസം നമ്മൾ നടത്തുന്നതാണ്. ആദ്യ കുമ്പസാരത്തിന് ശേഷം നാളിതുവരെയും എത്ര കുമ്പസാരം നടത്തിയെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാകുമോ ഇവിടെ? ആദ്യ കുമ്പസാരത്തിന് ശേഷം നാളിതുവരെയും എത്രമാത്രം കുമ്പസാരിച്ചു പറയാൻ, എത്ര കുമ്പസാരം നടത്തിയെന്ന് പറയാൻ, എണ്ണം പറയാൻ ആർക്കും വരുമോ? ഒരു പക്ഷേ കൊച്ചുകൂട്ടി പറ്റുമായിരിക്കാം. ഓരോ കുമ്പസാര അവസരത്തിലും കുമ്പസാരം കൊണ്ട് സമീപത്തിരുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന ഭാഗമുണ്ട്. ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയാണ് എത്ര നാളെ പറയാൻ തുടങ്ങിയിട്ട് കുമ്പസാരത്തോട് സമീപത്തിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഭാഗമാണ്, ദൈവമേ ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയാണെന്ന് പറയാൻ തുടങ്ങിയ നാളുകളേറെയായി. എന്നിട്ടും നമ്മളാരും പാപത്തിൽ വീഴാതിരിക്കുന്നില്ല, മരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ എന്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരും ഗുരുബോധം നമ്മെ പഠിപ്പിച്ചത് പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ. ഒരു കാര്യം ഓർക്കണമേ, ഇന്നലെ നാളെ ഈ ജീവിതത്തിന്റെ കണക്ക് പുസ്തകവുമായി തമ്പുരാനെ നാം ചെല്ലേണ്ടി വരും. ഇന്നലെ നാളെ ഈ ജീവിതത്തിന്റെ കണക്ക് പുസ്തകവുമായി തമ്പുരാനെ ചെല്ലേണ്ടി വരും. അപ്പോൾ എന്നെയും നിങ്ങൾ നോക്കി പറയേണ്ട ഗതികേട് തമ്പുരാൻ ഉണ്ടാകരുത്. ശപിക്കപ്പെട്ടവരാകുന്നപ്പോ എന്ന് പറയേണ്ട ഗതികേട് തമ്പുരാൻ ഉണ്ടാകാതിരിക്കാനും വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കാലമേളത്തെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നാം നടത്താൻ പോകുന്ന കുമ്പസാരം ഒരുപക്ഷെ എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ കുമ്പസാരമാണെങ്കിൽ എത്രമാത്രം ഒരുങ്ങി പ്രാർത്ഥിച്ച് നാം അത് ചെയ്യും. ഓർത്തു നോക്കുകയും നമുക്കറിയില്ല ഇനി ഒരിക്കൽ പോയി കുമ്പസാരിക്കാൻ അവസരം കിട്ടുമോ എന്ന്. അതുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന കുമ്പസാരം എന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു കുമ്പസാരമായിരിക്കും എന്ന ബോധ്യതയോടെ ഒരുങ്ങി പ്രാർത്ഥിച്ച് കുമ്പസാരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കാം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ ഈ 2 മണിക്കൂറുകൾ നമ്മൾ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷണ പുസ്തകം 21-ാം അധ്യായം ആദ്യത്തെ 3 തിരുവചനങ്ങൾ. പ്രഭാഷണ പുസ്തകം 21-ാം അധ്യായം ആദ്യത്തെ 3 തിരുവചനങ്ങൾ. വചനം പറയുന്നു, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്നും ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. കരവിട്ടു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷണ പുസ്തകം 21-ാം അധ്യായം ആദ്യ വചനങ്ങൾ, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. മകനെ എന്ന് വിളിക്കുമ്പോൾ മകളെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്. മകനെ അല്ലെങ്കിൽ മകളെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പക്ഷേ പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നീ പാപം ചെയ്യരുത്. 2 കാര്യങ്ങളാണ്. ഇത് നീ പാപം ചെയ്യരുത്. മാത്രമല്ല പഴയ കാലത്ത് നീ ചെയ്തു പോയ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത് പറയുന്നു, സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്നും ഓടി അകലുക. അടുത്തേക്ക് ചെന്നാൽ അത് നിന്നെ കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാ. അത് നിന്റെ ജീവൻ അപഹരിക്കും. മനസ്സിൽ ഒന്ന് കുറിച്ചു വയ്ക്കണമേ. പാപം എന്നാൽ ജീവന്റെ അപഹരണം. പാപം എന്നാല് ജീവന്റെ അപകരണം. ഏത് ജീവനെ കുറിച്ചാണ് പറയുന്നത്? മനുഷ്യ ജീവനെ കുറിച്ചാണ്. ഏത് ജീവനെ കുറിച്ചാണ്? പാപം സമം ദൈവിക ജീവന്റെ അപകരണം. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരിക. കർത്താവ് പറയുന്ന, മകനെ പാപത്തിൽ സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകരണം. നമുക്കറിയാം, നാം പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കണ്ടാൽ നാം എന്ത് ചെയ്യും? ചവിട്ടി വച്ചത് വെച്ച് അതിനെ ഓടിക്കാൻ ശ്രമിക്കും. അത് ഓടുന്നതിൽ നാം എന്ത് ചെയ്യും? നമ്മൾ ഓടിപ്പോകും. തല്ലിക്കൊല്ലാൻ പറ്റില്ല, നമ്മൾ ഓടിപ്പോകും. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഓർക്കുകയായിരുന്നു, എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു മായാത്ത ഒരു വേദനയുടെ
വിങ്ങലുണ്ട്. എന്നോടൊപ്പം ഒരു മേശയിൽ നിന്ന് ഒരു മാമോദിസത്തിന് ശേഷം ഒരു വീട്ടിൽ ഞാൻ മാമോദിസയ്ക്ക് ഒരു കുട്ടിയെ താമസിക്കാൻ നോക്കി പോയി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കുട്ടിയാണ്. ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷിച്ചു, ആഹാരം കഴിച്ചു. ആ സുഹൃത്തിന്റെ അപ്പന്റെ അനിയന്റെ മകൻ കൂടെ ഉണ്ടായിരുന്ന ഇടയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ യേശുവിന്റെ ഭാരവാഹിയായിട്ട് ശുശ്രൂഷ ലഭിച്ച ഒരു ഉച്ച സമയത്ത് 12 സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചു വട്ടം ചിരിച്ചു പോയാണ്. ഞാൻ എൻ്റെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോൺ കോൾ വന്നു. എന്നോടൊപ്പം കൂട്ടുമേശയിൽ ഭക്ഷിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ എവിടുന്ന് ഈ ഭക്ഷിച്ചിരുന്ന വീട്ടിൽ ഒരു 100 അടി അല്ലെങ്കിൽ 100 മീറ്റർ താഴെ വരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ സ്വന്തം വീട് അവിടേക്ക് കടന്നു പോയപ്പോൾ ഇതുപോലെ താഴത്തെ റോഡിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തോ വന്ന ഒരു പാമ്പ് കോഴി വന്ന് അവൻ്റെ കാലിൽ കൊത്തി. ഉച്ചയ്ക്ക് 1 മണി സമയത്ത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ മുട്ടം ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും പാസിക്കായി തുടർച്ചയായപ്പോഴേക്കും അവൻ മരിച്ചു. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നോടൊപ്പം കൂട്ടുമേശയിൽ ഒരുമിച്ച് ഭക്ഷിച്ച ഒരു വ്യക്തിയാണ്. സർപ്പത്തിനുണ്ട് എന്നതുപോലെ പാപത്തിന് മോടിയാകുക. അടുത്തേക്ക് ചെന്നാൽ അത് നിന്നെ കഴിക്കും, അതിന്റെ പല്ലുകൾ സിംഹത്തിനെ പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ കണ്ട പറയുന്നു, അതിന്റെ ജീവൻ അപഹരിക്കും, ജീവന്റെ അപഹരിക്കും. പാപം എന്ന് പറഞ്ഞത് ദൈവം നൽകുന്ന ജീവന്റെ അപഹരണം, അല്ലെങ്കിൽ മരണം എന്ന് നീ മനസ്സിൽ കുറിച്ച് വെക്കണം. പാപസമം ജീവന്റെ അപഹരണം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ പോവുകയാണ്. ലോജിക്കൽ സീക്വൻസിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു സീക്വൻസ് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധപൂർവ്വം നമുക്കറിയാവുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കണ്ടുവരാൻ ആഗ്രഹിക്കുക. ജീവന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവിക ജീവിതാർത്ഥത്തെ കുറിച്ചാണ്. ദൈവം എങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ദൈവം എങ്ങനെയാണ് ഭൂമിയെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ്? ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സർവ്വ സൃഷ്ടവസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചു വെച്ചു. പക്ഷേ മനുഷ്യൻ സൃഷ്ടിക്കുന്ന സമയമായപ്പോൾ ദൈവം എന്താ പറഞ്ഞ് ഉണ്ടാകട്ടെ ആദം ഉണ്ടായി, ഉണ്ടാകട്ടെ ഒരു പെണ്ണ് ഹവ്വായി ഉണ്ടായി, 2 പിള്ളേരും ഉണ്ടായിക്കോട്ടെ, വിഷ്ണു 2 പിള്ളേരും ഉണ്ടായി. അങ്ങനെയാണോ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്? ആണോ? പിന്നെ എങ്ങനെ? കടമറ്റത്തിൽ പറയുന്ന സീരിയൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ കുട്ടികളോട് ഞാൻ ചോദിച്ചു ദൈവം എങ്ങനെ മനുഷ്യ സൃഷ്ടിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം കൂടി പറഞ്ഞു മണ്ണ് കൊണ്ട് മനുഷ്യ രൂപത്തെ ഉണ്ടാക്കി, എന്നിട്ടോ ഓം ക്രീം പറഞ്ഞു മനുഷ്യനായി. അത് കടമറ്റത്തിലെ വേറെയാണ്. പക്ഷെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയല്ല. ദൈവം സൃഷ്ടിച്ച് മണ്ണ് കൊണ്ട് 32-ാം 6-7 വരുമ്പോൾ ദൈവം മനുഷ്യ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യ രൂപത്തെ മെനഞ്ഞെടുത്തു, ഒരു മനുഷ്യ രൂപത്തെ മെനഞ്ഞെടുത്തു. പക്ഷേ ദൈവം നോക്കിയപ്പോൾ താൻ ഉണ്ടാക്കി വെച്ച മനുഷ്യ രൂപത്തിന് എന്തോ ഒരു വലിയ കുറവുണ്ടെന്ന് ദൈവത്തിന് ബോധ്യമായി. എന്താ കുറവുണ്ടായിരുന്നത്? ജീവനില്ലാതിരിക്കുന്ന ഒരു മണ്ണുണ്ണിയാണ്. താൻ ഉണ്ടാക്കി വെച്ച മനുഷ്യ രൂപം ജീവനില്ലാത്ത ഒരു മണ്ണുണ്ണിയാണ്. പക്ഷേ ആ മണ്ണുണ്ണിക്ക് ജീവൻ നൽകാൻ വേണ്ടി വചനം പറയുന്നു, അവര് നാസാരംഗങ്ങളിലേക്ക് ഊതി ദൈവം ജീവൻ നൽകുന്ന പറയുന്നത്. നാസാരംഗങ്ങളെ ഊതി എന്തിനു വേണ്ടി ദൈവം മനുഷ്യന് നാസാരംഗങ്ങളെ ഊതിയത്? ദൈവത്തിന്റെ പണി മുത്തായതുകൊണ്ടാണ്. പറയുമ്പോ ജീവശ്വാസമേ 4 ദിക്കിൽ പറഞ്ഞു വന്ന് ഈ മണ്ണുടിക്കുന്ന രാഷ്ട്രം പറഞ്ഞിരുന്നെങ്കിൽ ജീവശ്വാസം വന്ന് മണ്ണുടിയെ ജീവൻ താല്പര്യങ്ങളെ. പക്ഷെ ദൈവം അങ്ങനെ പറയാതെ എന്തുകൊണ്ട് അവന്റെ നാസറങ്ങൾ പൂതി ജീവൻ നൽകുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞേ? എന്തുകൊണ്ട് പറഞ്ഞേ? എന്തോ ദൈവിക ജീവിതത്തിന്റെ ഭാഗമാകുവാൻ ദൈവം എന്നെ നിങ്ങൾ നിയോഗിച്ചു, വിളിച്ചു എന്നുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ നിങ്ങളുടെ ജീവിത മഹത്വം പറയുന്നത്, നമ്മുടെ ഈ ജീവിതത്തിന്റെ മഹത്വം പറയുന്നത് എന്റെ സൗന്ദര്യത്തെയോ എന്റെ ആരോഗ്യത്തെയോ എന്റെ കുടുംബ മഹത്വത്തെയോ എന്റെ ജോലിയെയോ ഒന്നും നോക്കിയല്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവന്റെ മഹത്വം മറിച്ച് എന്റെ നിങ്ങളുടെ ജീവൻ ആരുടെ ജീവന്റെ ഭാഗമാണ്? ദൈവിക ജീവിതത്തിന്റെ ഭാഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നാളെ ഈ ജീവൻ കർത്താവ് തിരിച്ചു ചോദിക്കും. ഇന്നലെ നാളെ അപ്പോഴും എന്റെ ജീവിതത്തിന്റെ ജീവന്റെ മഹത്വം പറയുന്നത് ഞാൻ വീട്ടിൽ വളർത്തുന്ന പശുവിന്റെയോ, ഞാൻ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുഞ്ഞിന്റെയോ, ഞാൻ വീട്ടിൽ വളർത്തുന്ന കോഴിക്കുഞ്ഞിന്റെയോ ജീവനേക്കാൾ എന്റെ ജീവന്റെ മഹത്വം എന്ന് പറയുന്നത് എന്റെ ജീവന്റെ ജീവൻ ആരുടെ ജീവന്റെ ഭാഗമാണ്? ദൈവിക ജീവന്റെ ഭാഗം. ഉൽപ്പത്തി പുസ്തകം 2-ാം ദൈവം ഇതാ തന്റെ ജീവന്റെ ഭാഗമായി മനുഷ്യൻ സൃഷ്ടിച്ചു. എന്നിട്ടോ ഉൽപ്പത്തി പുസ്തകം 17-ാം വരുമ്പോൾ ദൈവം ഇതാ പറയുന്നു, ഏത് തോട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോയി നട്ടിട്ട് പറയും പോലെ ഈ തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന വാചകങ്ങളാണ്. 32-17 ദൈവം മനുഷ്യൻ സൃഷ്ടിച്ച് ഏത് തോട്ടത്തിലാക്കി അവിടെ വെച്ച് ദൈവം പറയുന്ന പോലെ ഈ തോട്ടത്തിന്റെ സർവ്വവും നിനക്ക് ആസ്വദിക്കാം. വൃക്ഷജനാദികൾ ഇവിടെയുള്ള പക്ഷികളെ പറമ്പുകളെല്ലാം നിനക്കുള്ളതാ. ഇതിനു വേണ്ടി ആധിപത്യം നടത്തണം. പക്ഷേ തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചു. അതിന് പഴുതി പറിക്കരുത്, തിന്നരുത്. അത് തിന്നാൽ ആ നിമിഷം നീ മരിക്കും.
ഞാൻ നിനക്ക് തന്ന എന്റെ ജീവന്റെ ഭാഗം ഈ തോട്ടത്തിൽ നടുവ് നിൽക്കുന്ന ആ വൃക്ഷത്തിൽ നീ പഴം പറിച്ചിരുന്നാൽ നീ മരിക്കും. അതുകൊണ്ട് മക്കളെ ആ വൃക്ഷത്തിൽ മാത്രം നീ പറിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരു ചെറിയ ഒരു എന്താ പറയുക കൽപ്പന അവിടെ പുറപ്പെടുവിച്ചു. ബാക്കി സർവ്വത്തിൽ ഭക്ഷിക്കാം, എടുക്കാം, കൈകാര്യം ചെയ്യാം, അടിച്ചു പൊളിക്കാം. പക്ഷേ തോട്ടത്തിൽ നടുവിൽ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചു. അത് നീ പറിക്കരുത്, തിന്നരുത്. കരവേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ആദോഫമായി നമ്മൾ പറിച്ചു തിന്നോ? മരിച്ചോ? മരിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തായിരിക്കും വാസ്തവത്തിൽ ഈ പാപം പറയുന്നത്? പഴം പറിച്ചു തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞു. ആദോഫമായി പഴം പറിച്ചതും അവരെ പുറത്താക്കി. ഇത്ര പുറത്താക്കാൻ തക്ക രീതിയിൽ അത്ര വലിയ കഠോരമായ പാപമാണോ ആദോ